മൂവാറ്റുപുഴ വാഴക്കുളത്ത് ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായി വീട്ടമ്മ മരിച്ചു. മൂവാറ്റുപുഴ സ്വദേശിയായ മൂസയുടെ ഭാര്യ അനീഷയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 6:50 വാഴക്കുളം 5-ാം മൈലിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്യാം, ഇതെങ്ങനെയാണ് ഈ ലോറി ഇങ്ങനെ പോയത്? ദിവിഷ, അതാ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം അനീഷ തന്റെ അതേ സൈഡിലൂടെയാണ് വരുന്നത്. എന്നാൽ ലോറിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മൂവാറ്റുപുഴ വാഴക്കുളം സ്വദേശിയായിട്ടുള്ള വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിലൊരു ദാരുണ അന്ത്യം ഉണ്ടായത്. കണ്ടത്തിൽ മൂസയുടെ ഭാര്യ അനീഷയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:50 ഈ അപകടം നടക്കുന്നത്. വാഴക്കുളം 5-ാം മൈലിലായിരുന്നു ഈ അപകടം. തൊടുപുഴ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന അങ്കമാലിയിലെ റൈസ് കമ്പനിയുടെ ലോറിയാണ് ഇത്. എന്നാൽ തൊടുപുഴ ഭാഗത്തേക്കായിരുന്നു അനീഷയുടെ സഞ്ചാരം. ഈ അനീഷയുടെ സ്കൂട്ടറിലേക്ക് ഈ നിയന്ത്രണം വിട്ടു വന്ന ഈ ലോറി ഇടിച്ച് കയറുകയായിരുന്നു. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് ക്ഷണിച്ചു വരുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷയുടെ ഈ സ്കൂട്ടറിൽ ഇടിച്ച ശേഷം പിന്നീട് തൊട്ട് പുറകിൽ ഒരു കാറ് വരുന്നുണ്ട്. ആ കാറ് പെട്ടെന്ന് തന്നെ വെട്ടിച്ച് മാറ്റുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാറിൽ കൂടി ഇടിച്ച് ആ ലോറി നിന്നിരുന്നേനെ. എന്തായാലും ഈ ലോറി ഡ്രൈവർ ഒരുപക്ഷെ ദീർഘദൂരത്ത് നിന്നും യാത്ര ചെയ്ത് വരുന്നതാണെന്ന് തോന്നുന്നു. രാവിലെ 6:50 ആണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ ഈ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന്റെ കാരണമെന്നാണ് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നടക്കുന്നെന്ന് വ്യക്തമാകുന്നത്. ശരി, എന്തായാലും വല്ലാത്തൊരു കാഴ്ചയായി പോയി. രാവിലെ 6:50 7 മണിയോട് അടുപ്പിച്ചാണ് ഇങ്ങനെ ഒരു കൃത്യമായി നമ്മുടെ ശരിയായ സൈഡൊക്കെ പാലിച്ചാണ് അവർ വാഹനം ഓടിച്ചു വന്നത്, സ്കൂട്ടർ ഓടിച്ചു വന്നത്. പക്ഷേ ലോറി നേരെ എതിരെ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു. ആ കാറും അപകടത്തിൽപ്പെടാതെ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ആ വീട്ടമ്മ മരിച്ചു എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.